Hi everyone, welcome back. ഇന്ന് നമുക്ക് സോഷ്യൽ സയൻസ് യൂണിറ്റ് 1 ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെൻഡ് ഇറ്റ്സ് ഫസ്റ്റ് എക്സ്പെഡിഷൻ ടു ദ ഈസ്റ്റ് ഇൻഡീസ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് എന്നാണ്? ഓപ്ഷൻസ് ആർ 1599, 1601, 1604, 1606. എന്നാണ് അയക്കുന്നത്? 1601. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷിപ്സ് വാസ് നോട്ട് പാർട്ട് ഓഫ് ദ ഫസ്റ്റ് എക്സ്പെഡിഷൻ? ഓപ്ഷൻസ് ആർ അസൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, വിക്ടറി. ആദ്യ യാത്രയിൽ എത്ര കപ്പലുകൾ ഉണ്ടായിരുന്നു? 4 ഷിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ യാത്രയുടെ ഭാഗമല്ലായിരുന്ന കപ്പൽ ഏതാണ്? വിക്ടറി. അസൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൺ എന്നീ 4 കപ്പലുകളാണ് ആദ്യ യാത്രയിൽ ഉണ്ടായിരുന്നത്. വിക്ടറി ഉണ്ടായിരുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what was the main cargo brought back during the first expedition? ആദ്യ യാത്രയിൽ പ്രധാനമായും കൊണ്ടുവന്ന ചരക്ക് കാർഗോ എന്തായിരുന്നു? ഓപ്ഷൻസ് ആർ കോട്ടൺ, സിൽക്ക്, പെപ്പർ, ടീ. ഏതാണ് കറക്റ്റ് ആൻസർ? പെപ്പർ. നെക്സ്റ്റ് വൺ, വിച്ച് ഷിപ്പ് വാസ് ലോസ്റ്റ് അറ്റ് സീ ഡ്യൂറിംഗ് ദ റിട്ടേൺ ജേർണി ഓഫ് ദ സെക്കൻഡ് എക്സ്പെഡിഷൻ? തിരിച്ചുവരവിനിടെ കടലിൽ നഷ്ടപ്പെട്ട കപ്പൽ ഏതാണ്? ഓപ്ഷൻസ് ആർ അസൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൺ. ആൻസർ സൂസൺ. നെക്സ്റ്റ് വൺ, വൈ വാസ് കോൺസ്റ്റാന്റിനോപ്പിൾ ആൻ ഇമ്പോർട്ടൻറ്റ് സിറ്റി? എന്തുകൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു ഇമ്പോർട്ടൻറ്റ് സിറ്റി എന്ന് പറയുന്നത്? ഓപ്ഷൻസ് ആർ ഇറ്റ് വാസ് എ റിലീജിയസ് സെൻറ്റർ, ഇറ്റ് വാസ് എ ഹബ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ, it was famous for agriculture, it was the capital of India. Which is the correct answer? It was a hub between Europe and Asia. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് ഏഷ്യയും യൂറോപ്പും തമ്മിൽ ലാൻഡ് ട്രേഡിൽ ഏർപ്പെട്ടിരുന്നത്. ഹു ക്യാപ്ചേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453? 1453 ആരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ക്യാപ്ചർ ചെയ്തത്, പിടിച്ചടക്കിയത്? ഓപ്ഷൻസ് ആർ ദ ബ്രിട്ടീഷ്, ദ പോർച്ചുഗീസ്, ദ ടർക്സ്, ദ ഫ്രഞ്ച്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ ടർക്സ്. തുർക്കികളാണ് കോൺസ്റ്റാന്റിനോപ്പിൾ 1453 പിടിച്ചടക്കിയത്. വിച്ച് യൂറോപ്യൻ കൺട്രി വാസ് ദ ഫസ്റ്റ് ടു റീച്ച് ഇന്ത്യ ബൈ സീ? ആരാണ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ? ആരാണ്? ഓപ്ഷൻസ് ആർ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ. വിച്ച് ഈസ് എ കറക്റ്റ് ആൻസർ? പോർച്ചുഗൽ. പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. ഇനി ഹു വാസ് ദ ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ഇന്ത്യ ബൈ സീ? ഓപ്ഷൻസ് ആർ ക്രിസ്റ്റഫർ കൊളംബസ്, വാസ്കോ ഡ ഗാമ, ഫെർഡിനാൻഡ് മെഗലൻ, ജെയിംസ് കുക്ക്. ആരാണ്? വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. ഇൻ വിച്ച് ഇയർ ഡിഡ് വാസ്കോ ഡ ഗാമ റീച്ച് ഇന്ത്യ? വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് ഏത് വർഷമാണ്? ഓപ്ഷൻസ് ആർ 1453, 1492, 1498, 1500. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? 1498. വേർ ഡിഡ് വാസ്കോ ഡ ഗാമ ലാൻഡ് ഇൻ ഇന്ത്യ? വാസ്കോ ഡ ഗാമ എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി എത്തിച്ചേർന്നത്? ഓപ്ഷൻസ് ആർ ഗോവ, കാപ്പാട് നിയർ കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി. ഏതാണ് ആൻസർ? കാപ്പാട് നിയർ കോഴിക്കോട്. കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത്. വാട്ട് ഡിഡ് ദ പോർച്ചുഗീസ് ഡിമാൻഡ് ഫ്രം ദ സാമറിൻ? ഫ്രം ദ സാമറിൻ പോർച്ചുഗീസുകാർ എന്താണ് ഡിമാൻഡ് ചെയ്തത്? ഓപ്ഷൻസ് ആർ മിലിറ്ററി സപ്പോർട്ട്, exclusive trading rights and expulsion of the Arabs, land for settlement, a palace in കോഴിക്കോട്. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അന്ന് അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്.
സോ അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള വാസ്കോഡ ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. സോ എന്തായിരുന്നു അവരുടെ ആവശ്യം? എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ് ആൻഡ് എക്സ്പെൽഷൻ ഓഫ് ദ അറബ്സ്. From whom did Vasco da Gama obtain permission to trade after leaving കോഴിക്കോട്? പിന്നീട് ആരാണ് വാസ്കോഡ ഗാമയ്ക്ക് പെർമിഷൻ കൊടുത്തത് ട്രേഡിനുള്ളത്? ഓപ്ഷൻസ് ആർ ദ കിങ് ഓഫ് കൊച്ചി, ദ സാമോറിൻ, ദ കോലത്തിരി കിങ് ഓഫ് കണ്ണൂർ, ദ കിങ് ഓഫ് ഗോവ. ആൻസർ ഈസ് ദ കോലത്തിരി കിങ് ഓഫ് കണ്ണൂർ. വാസ്കോഡ ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് ട്രേഡിനുള്ള പെർമിഷൻ നേടിയെടുത്തു. Who strongly resisted the Portuguese on behalf of the Samorin? ആരാണ് പോർച്ചുഗീസുകാരെ ശക്തമായി എതിർത്തത് ഓൺ ബിഹാഫ് ഓഫ് സാമോറിൻ? ഓപ്ഷൻസ് ആർ ഹൈദർ അലി, കുഞ്ഞാലി മരക്കേഴ്സ്, ടിപ്പു സുൽത്താൻ, ശിവാജി. ആൻസർ കുഞ്ഞാലി മരക്കാർ. The കുഞ്ഞാലി മരക്കേഴ്സ് served as the dash of the Samorin. സാമൂതിരിയുടെ ആരായിരുന്നു ഈ കുഞ്ഞാലി മരക്കേഴ്സ്? ഓപ്ഷൻസ് ആർ മിനിസ്റ്റേഴ്സ്, നേവൽ ചീഫ്സ്, പ്രീസ്റ്റ്, ജഡ്ജസ്. എന്താണ് ആൻസർ? നേവൽ ചീഫ്സ്, നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കന്മാർ. വിച്ച് കുഞ്ഞാലി ഡിഫീറ്റഡ് ദ പോർച്ചുഗീസ് ആൻഡ് ക്യാപ്ചേർഡ് ഫോർട്ട് ചാലിയം? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4. വിച്ച് ഈസ് എ കറക്റ്റ് ആൻസർ? കുഞ്ഞാലി 3. കുഞ്ഞാലി മൂന്നാമനായിരുന്നു പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത്. Where was കുഞ്ഞാലി 4 executed by the Portuguese? കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ എവിടെ വെച്ചാണ് വധിച്ചത്? ഓപ്ഷൻസ് ആർ കോഴിക്കോട്, കൊച്ചി, ഗോവ, കണ്ണൂർ. വിച്ച് ഈസ് എ കറക്റ്റ് ആൻസർ? ഗോവ. Which of the following ships was not used by Vasco da Gama on his voyage to India? Options are Savo Gabriel, Savo Rafael, Berrio, Hector. Answer is Hector. Savo Gabriel, Savo Rafael, Berrio എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. Which was the first European fort established in India? ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? ഓപ്ഷൻസ് ആർ ഫോർട്ട് സെന്റ് ജോർജ്, ഫോർട്ട് വില്യം, ഫോർട്ട് മാനുവൽ, ഫോർട്ട് അഗോഡ. ഏതാണ് കറക്റ്റ് ആൻസർ? ഫോർട്ട് മാനുവൽ. Where was ഫോർട്ട് മാനുവൽ എസ്റ്റാബ്ലിഷ്ഡ്? ഇനി എവിടെയാണ് ഈ ഫോർട്ട് മാനുവൽ സ്ഥാപിച്ചത്? ഓപ്ഷൻസ് ആർ ഗോവ, കൊച്ചി, കോഴിക്കോട്, ദാമൻ. ഏതാണ് കറക്റ്റ് ആൻസർ? കൊച്ചി. Which of the following art forms was popularized by the Portuguese? ഏതൊക്കെ കലാരൂപങ്ങളാണ് പോർച്ചുഗീസുകാര് പ്രചരിപ്പിച്ചിരുന്നത്? ഓപ്ഷൻസ് ആർ കഥകളി, മോഹിനിയാട്ടം, ചവിട്ടുനാടകം, ഭരതനാട്യം. ഏതാണ് ആൻസർ? ചവിട്ടുനാടകം. ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങളാണ് പോർച്ചുഗീസുകാര് പ്രചരിപ്പിച്ചിരുന്നത്. Which Europeans came to India after the Portuguese? പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യൻസ് ആരായിരുന്നു? ഓപ്ഷൻസ് ആർ ദ ബ്രിട്ടീഷ്, ദ ഫ്രഞ്ച്, ദ ഡച്ച്, ദ ഡെയിൻസ്. ആൻസർ ദ ഡച്ച്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യൻസ് ഹോളണ്ടിൽ അല്ലെങ്കിൽ നെതർലാൻഡ്സിൽ നിന്നുള്ളവരായിരുന്നു. അവരാണ് ഡച്ചുകാർ. ഇൻ വിച്ച് ഇയർ വാസ് ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ ഫോർട്ട്? ബാറ്റിൽ ഓഫ് കുളച്ചൽ, കുളച്ചൽ യുദ്ധം ഏത് വർഷമാണ് നടന്നത്? ഓപ്ഷൻസ് ആർ 1498, 1600, 1741, 1757. വിച്ച് ഈസ് എ കറക്റ്റ് ആൻസർ? 1741. Who ruled Travancore during the Battle of കുളച്ചൽ? ആരാണ് ട്രാവൻകൂർ ഭരിച്ചിരുന്നത് ബാറ്റിൽ ഓഫ് കുളച്ചൽ നടക്കുമ്പോൾ? ഓപ്ഷൻസ് ആർ ഹൈദർ അലി, ടിപ്പു സുൽത്താൻ, മാർത്താണ്ഡവർമ്മ, ശിവാജി. വിച്ച് ഈസ് എ കറക്റ്റ് ആൻസർ? മാർത്താണ്ഡവർമ്മ. കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ച് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. Hortus Malabaricus contains information about dash medicinal plants of Kerala. 542, 642, 742, 842. Hortus Malabaricus എന്ന ഗ്രന്ഥത്തിൽ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള
വിവരങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 742. ഹൂ കമ്പൈൽഡ് ഹോർട്ടൂസ് മലബാറിക്കസ്? ഹോർട്ടൂസ് മലബാറിക്കസ് എന്ന കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻസ് ആർ വാസ്കോഡഗാമ, ഹെൻറിക് വാൻ റീഡ്, മാർത്താണ്ഡവർമ്മ, കുഞ്ഞാലി മരക്കാർ. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? ഹെൻറിക് വാൻ റീഡ്. ഹെൻറിക് വാൻ റീഡ് ഡച്ച് ഗവർണറായിരുന്നു. ഹൂ ഹെൽപ്ഡ് ഹെൻറിക് വാൻ റീഡ് ഇൻ പ്രിപ്പയറിംഗ് ഹോർട്ടൂസ് മലബാറിക്കസ്? ഈ ഗ്രന്ഥം എഴുതുന്നതിന് വേണ്ടി ഹെൻറിക് വാൻ റീഡിനെ ആരാണ് സഹായിച്ചത്? ഓപ്ഷൻസ് ആർ കുഞ്ഞാലി മരക്കാർ, ഇട്ടി അച്യുതൻ, മാർത്താണ്ഡവർമ്മ, സാമറിൻ. കറക്റ്റ് ആൻസർ ഇട്ടി അച്യുതൻ. അദ്ദേഹം ഒരു മലയാളി വൈദ്യനായിരുന്നു. Which among the following also contributed to the composition of Hortus Malabaricus? ഇനി വേറെ ആരൊക്കെയാണ് ഈ രചനയ്ക്ക് ഹെൽപ്പ് ചെയ്തത്? അപ്പു ഭട്ട്, രംഗ ഭട്ട് ആൻഡ് വിനായക ഭട്ട്, വാസ്കോഡഗാമ ആൻഡ് ഖാബ്രൽ, മാർത്താണ്ഡവർമ്മ ആൻഡ് കുഞ്ഞാലി മരക്കാർ, ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? അപ്പു ഭട്ട്, രംഗ ഭട്ട്, വിനായക ഭട്ട്. Who translated Hortus Malabaricus into Malayalam and English? മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ആരാണ്? ഓപ്ഷൻസ് ആർ ഡോക്ടർ കെ എസ് മണിലാൽ, ഇട്ടി അച്യുതൻ, ഹെൻറിക് വാൻ റീഡ്, അപ്പു ഭട്ട്. ഡോക്ടർ കെ എസ് മണിലാൽ. What were the wars between the British and the French in South India called? സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ, അതിൻ്റെ പേരെന്തായിരുന്നു? ആംഗ്ലോ മൈസൂർ വാർസ്, കർണാട്ടിക് വാർസ്, മറാത്ത വാർസ്, ബാറ്റിൽ ഓഫ് പ്ലാസി. ഏതാണ് കറക്റ്റ് ആൻസർ? കർണാട്ടിക് വാർസ്, കർണാട്ടിക് യുദ്ധങ്ങൾ. വിച്ച് പവർ വൺ ദ കർണാട്ടിക് വാർസ്? ആരാണ് ഈ കർണാട്ടിക് വാർസിൽ ജയിച്ചത്? ഓപ്ഷൻസ് ആർ ദ പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഫ്രഞ്ച്, ദ ബ്രിട്ടീഷ്. ആൻസർ ദ ബ്രിട്ടീഷ്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. ആഫ്റ്റർ ദ കർണാട്ടിക് വാർസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിമെയിൻഡ് അണ്ടർ ഫ്രഞ്ച് കൺട്രോൾ? കർണാട്ടിക് വാർസിന് ശേഷം ഫ്രഞ്ചുകാരുടെ ആധിപത്യം ഏതൊക്കെ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി? ഓപ്ഷൻസ് ആർ മുംബൈ, കൊൽക്കത്ത, പോണ്ടിച്ചേരി ഓർ പുതുച്ചേരി, ചെന്നൈ. കറക്റ്റ് ആൻസർ പോണ്ടിച്ചേരി ഓർ പുതുച്ചേരി. പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം ചുരുങ്ങി. ഇൻ വിച്ച് ഇയർ വാസ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ്? ഏത് വർഷമായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്? ഓപ്ഷൻസ് ആർ 1498, 1600, 1757, 1764. ഏത് വർഷമാണ്? 1600. Who obtained permission from Emperor Jahangir to establish a factory in Surat? ആരാണ് മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവടത്താവളം അല്ലെങ്കിൽ ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നേടിയത്? ഓപ്ഷൻസ് ആർ റോബർട്ട് ക്ലൈവ്, വാസ്കോഡഗാമ, ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്, ലോർഡ് കോൺവാളിസ്. കറക്റ്റ് ആൻസർ ഈസ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രതിനിധിയായിരുന്നു. The British established political dominance in India with the dash. Options are Battle of Buxar, Battle of Panipat, Battle of Plassey, Battle of Kulachal. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം, പൊളിറ്റിക്കൽ ഡോമിനൻസ് സ്ഥാപിക്കുന്നത് ഏത് യുദ്ധത്തിലൂടെയാണ്? ബാറ്റിൽ ഓഫ് പ്ലാസി. In which year was the Battle of Plassey fought? 1600, 1741, 1757, 1764. ഏത് വർഷമായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി? കറക്റ്റ് ആൻസർ 1757. Who was the Nawab of Bengal during the Battle of Plassey? ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുമ്പോൾ ബംഗാളിലെ നവാബ് ആരായിരുന്നു? ഓപ്ഷൻസ് ആർ മിർ ഖാസിം, ഷുജാ ഉദ് ദൗള, സിറാജ് ദൗള, ഷാ അലാം ടു. കറക്റ്റ് ആൻസർ സിറാജ് ഉദ് ദൗള. സിറാജ് ഉദ് ദൗളയായിരുന്നു ബംഗാളിലെ നവാബ്. Who led the East India Company forces at the Battle of Plassey? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ആരാണ് ഈ യുദ്ധത്തിൽ നയിച്ചിരുന്നത്? ഓപ്ഷൻസ് ആർ വില്യം ഹോക്കിൻസ്, റോബർട്ട് ക്ലൈവ്, ലോർഡ് വെല്ലസ്ലി, വാരൻ ഹാസ്റ്റിങ്സ്. കറക്റ്റ് ആൻസർ
റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തില് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി. In which year was the Battle of Buxar fought? 1757, 1764, 1773, 1857. ഏത് വർഷമായിരുന്നു ബാറ്റിൽ ഓഫ് ബക്സാർ? 1764. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തിൽ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കി. After the Battle of Buxar, the company gained the right to collect taxes in options are Punjab, Delhi and Gujarat, Bihar, Bengal and Orissa, Madras, Bombay and Calcutta, Mysore, Hyderabad and Kerala. Answer: Bihar, Bengal and Orissa. ഇവിടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ആണ് നേടിയെടുത്തത്. The British defeated whose combined forces in the Battle of Buxar? ആരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ ബാറ്റിൽ ഓഫ് ബക്സാർ അതിൽ പരാജയപ്പെടുത്തിയത്? ഓപ്ഷൻസ് ആർ ഷാ അലാം ടു, ഷൂജാ ഉദ് ദൗള ആൻഡ് മിർ കാസിം, ഹൈദർ അലി, ടിപ്പു സുൽത്താൻ ആൻഡ് ശിവാജി, ദ പോർച്ചുഗീസ്, ഡച്ച് ആൻഡ് ഫ്രഞ്ച്, ദ മറാത്താസ് ആൻഡ് സിഖ്സ്. കറക്റ്റ് ആൻസർ ഷാ അലാം ടു, ഷൂജാ ഉദ് ദൗള ആൻഡ് മിർ കാസിം. ഇവരുടെ സംയുക്ത സൈന്യത്തെയാണ്, കമ്പൈൻഡ് ഫോഴ്സസിനെയാണ് ബ്രിട്ടീഷുകാരെ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. The Anglo-Mysore Wars were fought between Mysore and the dash. Options are Portuguese, French, English East India Company, Dutch. Anglo-Mysore Wars ആരൊക്കെ തമ്മിലാണ് നടന്നത്? സൗത്ത് ഇന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. സോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇസ് എ കറക്റ്റ് ആൻസർ. ഹു വാസ് എ റൂളർ ഓഫ് മൈസൂർ ഡ്യൂറിംഗ് ദ ആംഗ്ലോ മൈസൂർ വാഴ്സ്? ആംഗ്ലോ മൈസൂർ വാഴ്സിൽ നടക്കുമ്പോൾ ആരായിരുന്നു മൈസൂരിലെ റൂളർ? ഓപ്ഷൻസ് ആർ ശിവാജി, ഹൈദർ അലി, രഞ്ജിത് സിംഗ്, ബജ്റാവോ ടു. കറക്റ്റ് ആൻസർ ഹൈദർ അലി. മൈസൂർ ഭരണാധികാരിയായിരുന്ന റൂളറായിരുന്ന ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. ഹു സക്സീഡഡ് ഹൈദർ അലി ആസ് ദ ലീഡർ ഓഫ് മൈസൂർ? രഞ്ജിത് സിംഗ്, ടിപ്പു സുൽത്താൻ, മിർ കാസിം, നാനാ സാഹിബ്. ഹൈദർ അലിക്ക് ശേഷം മൈസൂരിനെ ആരാണ് നയിച്ചത്? ടിപ്പു സുൽത്താൻ. ഇൻ വിച്ച് ഇയർ വാസ് ടിപ്പു സുൽത്താൻ കിൽഡ്? ഏത് വർഷമാണ് ടിപ്പു സുൽത്താനെ വധിച്ചത്? Options are 1782, 1799, 1803, 1849. Correct answer 1799. 1799 നാലാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചു. What was the revolt supported by the sannyasis called? സന്യാസീസ് സപ്പോർട്ട് ചെയ്ത റിവോൾട്ട് അല്ലെങ്കിൽ കലാപം ഏതായിരുന്നു? ഓപ്ഷൻസ് സന്താൾ റെബല്യൻ, സന്യാസി റെബല്യൻ, സീപോയ് മ്യൂട്ടിനി, ഇൻഡിഗോ റിവോൾട്ട്. കറക്റ്റ് ആൻസർ സന്യാസി റെബല്യൻ. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ടാണ് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നത്. സന്യാസി ഫക്കീർ റെബല്യൻ. The Sannyasi Rebellion is also known as the Santal Rebellion, Sannyasi Fakir Rebellion, Indigo Revolt, Mapla Rebellion. Correct answer, Sannyasi Fakir Rebellion. Who are the leaders of the Sannyasi Fakir Rebellion? Sannyasi Fakir Rebellion leaders ആരൊക്കെയായിരുന്നു? ഹൈദർ അലി and ടിപ്പു സുൽത്താൻ, ഭവാനി, പതക് and മജ്നു ഷാ, റാണി ലക്ഷ്മി ഭായ് and ടാറ്റിയ ടോപ്പി, Nana Sahib and Kanwar Singh. Correct answer, Bhavani Pathak and Majnu Shah. Which character in Anandamad sings Vande Mataram? ഏത് കഥാപാത്രമാണ് വന്ദേ മാതരം എന്ന ഗാനം ആലപിക്കുന്നത്? ഓപ്ഷൻസ് ആർ സത്യാനന്ദ, മഹേന്ദ്ര, ഭവാനന്ദൻ, കല്യാണി. കറക്റ്റ് ആൻസർ ഭവാനന്ദൻ. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിച്ചിരിക്കുന്നത്. ആനന്ദമഠം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്നത്. The Neelam Peasant Revolt took place in
നീലം കർഷക കലാപം എവിടെയാണ് നടന്നത്? ഓപ്ഷൻസ് ആർ പഞ്ചാബ്, ബംഗാൾ, മൈസൂർ, മഹാരാഷ്ട്ര. ബംഗാൾ. What did the British planters force the farmers to cultivate? എന്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ഫാമേഴ്സിനെ ഫോഴ്സ് ചെയ്തത്? ഓപ്ഷൻസ് ആർ ടീ പ്ലാന്റ്സ്, കോട്ടൺ പ്ലാന്റ്സ്, ഇൻഡിഗോ ഓർ അമരി പ്ലാന്റ്സ്, കോഫി പ്ലാന്റ്സ്. കറക്റ്റ് ആൻസർ ഇൻഡിഗോ പ്ലാന്റ്സ്. Who led the നീലം പെസന്റ് റിവോൾട്ട്? നീലം കർഷക കലാപം ആരാണ് നയിച്ചത്? സിദ്ധു ആൻഡ് കൻഹു, ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു ബിശ്വാസ്, ഭവാനി പതക് ആൻഡ് മജ്നു ഷാ, ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ. കറക്റ്റ് ആൻസർ ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു ബിശ്വാസ്. Who led the മുണ്ട റെബല്യൻ? മുണ്ട റെബല്യൻ ആരാണ് നയിച്ചത്? സിദ്ധു ആൻഡ് കൻഹു, ദിഗംബർ ബിശ്വാസ്, ബിർസ മുണ്ട, ഭവാനി പതക്. ആരാണ്? ബിർസ മുണ്ട. Who were the poligers? Poligers എന്ന് പറഞ്ഞാൽ ആരാണ്? റിലീജിയസ് ലീഡേഴ്സ്, മിലിറ്ററി ലീഡേഴ്സ് ഓഫ് തമിഴ്നാടു, ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, വില്ലേജ് ടീച്ചേഴ്സ്. ആരാണ് പോളിഗേഴ്സ് എന്ന് പറയുന്നത്? മിലിറ്ററി ലീഡേഴ്സ് ഓഫ് തമിഴ്നാടു. തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ വാസ് ദ പോളിഗർ ഓഫ് ഡാഷ്. ശിവഗംഗൈ, മധുരൈ, പാഞ്ചാലം കുറിച്ചി, തിരുച്ചിറപ്പള്ളി. എവിടുത്തെ പോളിഗർ ആയിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ? പാഞ്ചാലം കുറിച്ചി. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. നെക്സ്റ്റ് വൺ. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ആറ്റിങ്ങൽ റിവോൾട്ട് ടേക്ക് പ്ലേസ്? ആറ്റിങ്ങൽ കലാപം ഏത് വർഷമാണ് നടന്നത്? 1707, 1721, 1757, 1857. കറക്റ്റ് ആൻസർ 1721. One major reason for the Attingal revolt was British interference in. Options are pepper trade and internal affairs, railway construction, textile industries, naval training. Correct answer pepper trade and internal affairs. പെപ്പർ ട്രേഡിലും ഇന്റേണൽ അഫയേഴ്സിലൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്റർഫിയർ ചെയ്തതാണ് ആറ്റിങ്ങൽ കലാപം ഉണ്ടാകാനുള്ള മെയിൻ റീസൺ. വിച്ച് ബ്രേവ് വുമൻ ഫോട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആഫ്റ്റർ ദ അനക്സേഷൻ ഓഫ് കിട്ടൂർ? ഓപ്ഷൻസ് ആർ റാണി ലക്ഷ്മിബായി, റാണി അംബാക്ക, റാണി ചെന്നമ്മ, ബീഗം ഹസ്രത്ത് മഹൽ. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. The revolt of 1857 is considered by historians as. ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ചരിത്രകാരന്മാർ റിവോൾട്ട് ഓഫ് 1857 എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഓപ്ഷൻസ് ആർ ദ ഫസ്റ്റ് കർണാട്ടിക് വാർ, ഇന്ത്യസ് ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ദ ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ, ദ സീപോയ് റിബല്യൻ ഒള്ളി. ആൻസർ ഇന്ത്യസ് ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി ഇതിനെ വിശേഷിപ്പിക്കുന്നു. Who introduced the subsidiary alliance policy in India? സൈനിക സഹായ വ്യവസ്ഥ ആരാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോർഡ് ഡൽഹൌസി, ലോർഡ് വെല്ലസ്ലി, റോബർട്ട് ക്ലൈവ്, വാരൻ ഹാസ്റ്റിങ്സ്. ആരാണ്? ലോർഡ് വെല്ലസ്ലി. Who introduced the doctrine of lapse? ദത്തവകാശ നിരോധന നിയമം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോർഡ് വെല്ലസ്ലി, റോബർട്ട് ക്ലൈവ്, ലോർഡ് ഡൽഹൌസി, വാരൻ ഹാസ്റ്റിങ്സ്. ആരാണ്? ലോർഡ് ഡൽഹൌസി. Where did the revolt of 1857 begin? 1857 കലാപം എവിടെയാണ് തുടങ്ങിയത്? ഡൽഹി, ലക്നൗ, ബറാക്പൂർ, മീററ്റ്. ഏതാണ് ആൻസർ? മീററ്റ്. Hi everyone, thanks for watching. If you like this video, please like, share and subscribe. We will see in the next video. Thank you.